അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേദിയിൽ വന്നിട്ട് പണ്ഡിതന്മാരുടെ പച്ചമാംസം മാത്രം തിന്ന് പരിചയമുള്ള ഈ പറഞ്ഞ തുറയൂർ കുഞ്ഞമ്മദും അതുപോലെ അബ്ദുസമ്മദ് അനവരിയും കാട്ടുവളപ്പിൽ നൗഷാദുമൊക്കെ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചില ആളുകളൊക്കെ കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാൻ്റെ മദ്ഹ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തി. മദ്ഹുണ്ട്, ഇവർക്ക് പറയാനറിയുന്നു. ഇവർക്ക് മദ്ഹ് പറയാനറിയില്ല, ആളുകളെ കുറ്റം പറയാനും തോന്നിയാസം പറയാനേ പറ്റുള്ളൂ. അഥവാ മദ്ഹ് പറയുകയാണെങ്കിൽ തന്നെ അതും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെയും ബഹുമാനപ്പെട്ട മറ്റു മശായിഖന്മാരുടെയൊക്കെ മഹത്തായ ഫദ്ല് കൊണ്ടും കറാമത്ത് കൊണ്ടും അത് ഈബത്തായും നമീമത്തായും കുറ്റം പറഞ്ഞതായും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. അത് മഹാന്മാരുടെ ഒരു മദതാണ്. മഹാന്മാരുടെ മദത് നഷ്ടപ്പെട്ട ഈ 3 സാധനങ്ങൾ നായ തൊട്ട കലം പോലെ സമൂഹം മാറ്റിവെക്കാൻ വേണ്ടി അവരുടെ നാവ് തന്നെ വിനിയായിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങളൊരു അവസ്ഥകൾ. ഷംസുൽ ഉലമാൻ്റെ മദ്ഹ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു മര്യാദ, ഒരു അദബ് പോലും പാലിക്കപ്പെടാതെ ബഹുമാനപ്പെട്ടവരുടെ പേരുച്ചരിക്കുകയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കി. അന്ന് വെല്ലൂരി വാക്കയാത്തിൽ എല്ലാ വിദ്യാർത്ഥികളും നോക്കും. EK അബൂബക്കറും പള്ളിപ്പുറം അബ്ദുറഹ്മാൻ മുലിയരും രണ്ടും ഉഷാറ് പഠനമുള്ള ആളാണ്. വാക്കയാത്തിൽ ആർക്കാണ് ഉന്നത വിജയം, കുട്ടികളുടെ ഇടയിൽ അത് ചർച്ചയായിരിക്കും. EKക്കാണോ EK അബൂബക്കറിനാണോ മറ്റേ ആൾക്കാണോ, അത്രയും കെടയുറ്റ പഠനമാണ്. ഇതിപ്പോൾ ചിലപ്പോൾ കുരുവട്ടൂരികൾ പറയും അന്ന് EK ഉസ്താദ് ചെറിയ കുട്ടിയായിരുന്നു എന്ന്. അപ്പോൾ അതേ പ്രായം തന്നെയല്ലേ അബ്ദുറഹ്മാൻ ഫദ്വരി ഉസ്താദിനും? അതെല്ലാം ചേർത്ത് വെക്കുന്നുണ്ടല്ലോ. EK ഉസ്താദ് ഏറ്റവും കൂടുതൽ വഹാബികൾ എതിർത്തിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റണില്ല, അത്രേ ഉള്ളൂ. കുറ്റിപ്പുറം ഉസ്താദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദ്മാരെ സംബന്ധിച്ചും വഹാബികളെ എതിർത്ത ഉസ്താദ്മാരെ നിങ്ങൾക്ക് പറ്റണില്ല. അതിന് കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മദ്ഹ് പറയാൻ അറിയാത്ത കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് നല്ല മദ്ഹ് പറയാനൊക്കെ അറിയും. മദ്ഹ് അവർ പറയണമെങ്കിൽ ചുരുങ്ങിയതൊരു വഹാബി ആയിരിക്കണം. വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇബ്നു തൈമിയയുടെ പിന്നെ അവരിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണല്ലോ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതും ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതൊക്കെ. അങ്ങനത്തെ സാക്ഷാൽ ഇബ്നു തൈമിയെ സംബന്ധിച്ച് ഇവർ മദ്ഹ് പറയുന്നുണ്ട്. ഒന്ന് കേട്ടോക്കി. ഇബ്നു തൈമിയ എന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാലതയും പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. കേട്ടോ, സാക്ഷാൽ ഇബ്നു തൈമിയ വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആയം പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. ഇവന് മദ്ഹ് പറയാൻ അറിയാത്ത കുഴപ്പമുണ്ടോ? അവൻ തന്നെ വീണ്ടും പറയട്ടെ. അയാൾക്ക് വിവരമില്ലാന്ന് ആരും പറയില്ല, അത്രയും വലിയ പാണ്ഡിത്യമുണ്ട്. അയാളൊരു പുത്തൻവാദി എന്നുള്ള ലിസ്റ്റിലല്ല, അയാളൊരു മുജറദൻ ഫഖീഹ്. പറഞ്ഞു കേട്ടില്ലേ, ഇബ്നു തൈമിയയെ സംബന്ധിച്ചാണ് പറയുന്നത്, വലിയ പണ്ഡിതനായിരുന്നു. ആ കാലഘട്ടത്തിൽ മുഹിയുസുന്ന എന്ന പേര് പല ആൾക്കാരും നൽകിയ ആളാണ് അയാൾ. ഇബ്നു തൈമിയയ്ക്ക് സുന്നത്ത് ജീവിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പല ആൾക്കാരും മുഹിയുസുന്ന എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവന് മദ്ഹ് പറയാൻ അറിയാത്ത ആളാണോ? അവൻ തന്നെ വീണ്ടും പറയട്ടെ. അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത്, നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരയാക്കും. വലിയ വലിയ ദർസുകൾ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ബഹുമാനത്തിലും ആദരവിലും അദ്ദേഹം എന്നൊക്കെ പറയുന്നത് മുഹിയുസുന്ന അടക്കം ചേർത്ത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട EK ഉസ്താദിൻ്റെ പേര് പറഞ്ഞപ്പോഴോ ഓൻ്റെ വല്ലാക്കാൻ്റെ മോൻ്റെ മാതിരി മടിയിലിരുത്തി പേരിട്ട മാതിരി പേരങ്ങനെ പറയണം. വിളിങ്ങനെ ബഹുമാനപ്പെട്ട EK ഉസ്താദിനെ ഇപ്പം വിളിക്കുന്ന വിളി കേട്ടാൽ തോന്നും ഇവൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് EK ഉസ്താദ്. അല്ലെങ്കിൽ ഇപ്പം മടിയിലിരുത്തി പേരിട്ടാന്ന് തോന്നിപ്പോകും അല്ലേ ഉച്ചാരണം. അതേ സമയത്ത് വഹാബിൻ്റെ പേര് പറഞ്ഞപ്പോൾ വളരെ ആദരവിലും ബഹുമാനത്തിലും. എന്താ അതിന് കാരണം ഇതൊക്കെ പറയാനുണ്ടായ കാരണം പിന്നെ വഹാബികളെ അടുത്തു നിന്നാണ് എന്ന് ആര് പറയുന്നുണ്ട്? വ്യക്തം പറയുന്നുണ്ട്.
ചോദ്യകർത്താവ് തുടങ്ങിയതുപോലെ. നൗഷാദ് ഹസനി ആരാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. നൗഷാദ് ഹസനിയോട് നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പോൾ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഇത് ആദ്യം വഹാബികളാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ വഹാബികളാകുമ്പോൾ വഹാബികളെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനിക്കാനും, വഹാബി വിരുദ്ധരായ ആളുകളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ പറ്റി പറയുമ്പോൾ വളരെ അധികം ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ, ജനങ്ങൾക്ക് വെറുക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ച് കൊടുക്കണമെന്നും പഠിപ്പിച്ചു കൊടുത്തത് കായക്കൊടി മൗലവിയാണ്. ഈ കായക്കൊടി മൗലവിയിൽ നിന്നാണ് ഇവർ പഠിക്കുന്നത്. ഇവർ തന്നെ പറയുന്നതിന് വൈരുദ്ധ്യം. അപ്പോൾ വലിയ ഖണ്ഡനം അറിയുന്ന ആളാണെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട പേരുസ്ഥാനൊന്നും ഖണ്ഡനം അറിയില്ല, ഇവർക്ക് ആ ഖണ്ഡനം അറിയാം, നല്ല ഖണ്ഡന. ഇവനീ പറഞ്ഞതിനെ ഇവൻ്റെ വലത്തെ ഭാഗത്തിരുന്ന് നൗഷോന്ത് ഖണ്ഡിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് തന്നെ ഇബ്നു തൈമിയയെ പണ്ഡിതനാക്കാണ്. ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും ഉപരി പണ്ഡിതനാണ്. ഷെയ്ഖിൻ്റെ കുപ്പായമിട്ട് വരുന്ന ഗ്ലോബൽ തെണ്ടിയുടെ അളിയന് കൂട്ടത്തിൽ നിന്ന് തന്നെ ആൾ തിരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചതിൻ്റെ മറുപടി പറയുമ്പോൾ നമുക്ക് പണി കുറയും. ഖണ്ഡന അറിയുന്നവരാ പരസ്പരം ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഷാദ് പറയൂ. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ കിതാബായ അൽ ഫതാവൽ ഹദീസിയയിൽ പച്ചയായി പറഞ്ഞതാണ്, ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ ളാല്ലുൻ മുദില്ലുൻ ജാഹിലുൻ വബിയുൻ, വിഡ്ഢിയാണ്, ജാഹിലാണ്, പഴച്ചവനാണ്, പഴപ്പിക്കുന്നവനാണ്. അബ്ദുൻ ഖദലഹുല്ലാഹ്, അല്ലാഹു നിന്ദ്യനാക്കിയിട്ടുണ്ട് അയാളെ, അസമ്മഹു പൊട്ടനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ളാല്ലുൻ മുബ്തദിയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അയാളെ വാക്കിനൊരു വിലയും കൽപ്പിക്കാൻ പാടില്ല എന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പച്ചയായി പറഞ്ഞിട്ട്. അപ്പൊ കേട്ടു നോക്കൂ സഹോദരന്മാരെ, ഈ അബ്ദുസമ്മദിന് വളരെ വ്യക്തമായി ഖണ്ഡനം കൊടുത്തു. ആര്? നൗഷാദ് ഒതുക്കുങ്ങല്ല, അപ്പളല്ല പിറ്റത്തെ ഒരു പ്രസംഗത്തിൽ. ഇബ്നു തൈമിയ ഒരു ഷെയ്യുമല്ല, ഒരു വസ്തുവുമല്ല, തെളിവുദ്ധരിക്കാൻ പറ്റുകയില്ല എന്ന് ഇബ്നു ഹജർ തങ്ങളെ പറഞ്ഞതിന് ഇബാറത്ത് സഹിതം അളിയനെ മറുപടി പറയുന്നുണ്ട്. നീ അളിയൻ്റെ അളിയണ്ടല്ലേ ഗ്ലോബൽ തണ്ടി, അവനൊരു പരിപാടിക്കുണ്ട് പച്ച പുതപ്പ് കൊണ്ട് വരണം. പച്ചപ്പോപ്പല്ല, പച്ചപ്പോപ്പ് പിന്നീടാക്കിയതാണ്, ചുവന്ന പുതപ്പ് കണ്ട് വരണം. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ആരാ പറയുന്നത്? ഈ മുരീദ്, ലോകം നിയന്ത്രിക്കുന്നവൻ്റെ മുരീദ് ലോകം നിയന്ത്രിക്കണവനെ നിയന്ത്രിക്കാൻ നോക്കുക. നിങ്ങൾ കേട്ടില്ലല്ലത്? കളറ് ചോപ്പാക്കിയത് എന്തിനാ എനിക്കറിയില്ല. നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലുമൊക്കെ പിൻഗാമികളാണോ അതും എനിക്കറിയില്ല. ഈ ചോന്ത കളറ് തോളത്തിട്ട് പോന്നപ്പോൾ ഈ ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ തെണ്ടിക്കറിയില്ല അത് നിരീശ്വരവാദത്തിൻ്റെ കളറാന്നുള്ളത്. അത് മുരീദ് വേദി എന്നാണ് തിരുത്തി കൊടുത്തപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അതുപോട്ടെ, അവനങ്ങനെ തെണ്ടിപ്പോയി. ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്? ഇസ്തിഖാമത്താണ്, കറാമത്തല്ല, പിന്നെ അത്ഭുതങ്ങൾ കാണിക്കാനല്ല വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയാണ് നൗഷാദിന് ബോധ്യപ്പെടുന്നത് എന്ത്? ഇവന് ഇസ്തിഖാമത്തൊന്നും കാര്യമായിട്ടില്ല. ഇസ്തിഖാമത്ത് പറഞ്ഞ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തമ്മാടിത്തരങ്ങളും ചെയ്യാതിരിക്കില്ല. ഇവനെ കോഴിയാണെന്ന് മനസ്സിലായി. ഇവൻ അതായിട്ട് ബന്ധപ്പെട്ട് ഇവൻ കോഴിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നൗഷാദ് അടക്കം തിരുത്തി. നൗഷാദ് പറഞ്ഞു, കോഴിത്തരം കാട്ടലോ അതുപോലെ ഗ്ലോബൽ വില്ലേജിലൂടെ തമ്മാടിത്തരം കാട്ടി നടക്കലോ ഒന്നും പ്രശ്നമല്ല, അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഏതാണെങ്കിലും ഇവന് ചെറിയൊരു സംശയം കൊടുക്കിയിട്ടുണ്ട്. ആ സംശയം ഇപ്പം പറയുന്നുണ്ട്, നമുക്കതുകൂടെ കേട്ട് നോക്കാം. അപ്പൊ ഈ നിരീശ്വരവാദികളെ കൂടെ കൂടി നിങ്ങൾക്ക് പല അസുഖം വന്നിട്ടുണ്ട്. കേട്ടോളി, ഷെയ്ഖിനെ തിരുത്തുകയാണ്. നിരീശ്വരവാദികളോടൊപ്പം കൂടിയിട്ട് മതത്തിനെ നിങ്ങൾ മറന്നിട്ട് തമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോബൽ തിണ്ടി പോയത് ഉള്ളിൻ്റെ ഉള്ളിൽ നൗഷാദിന് ചെറിയൊരു വിഷമുണ്ട്. എന്നാൽ വായെടുത്തുണ്ടെങ്കിൽ പച്ച നുണ മാത്രം പറയുന്ന ആളാണ് ഈ ഗ്ലോബൽ തിണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടി. നമ്മൾ ഈ കെ ഉസ്താദ് അവറുകളെ കുറ്റം പറഞ്ഞവരോ മോശം പറഞ്ഞവരോ അല്ലെങ്കിലും അവരെ കുറിച്ച് മദ്ഹ് പറയാനോ നല്ലതൊരുപാട് വിചാരിക്കാനോ ഒന്നും നമുക്ക് നമ്മളെ സമയത്ത് കഴിഞ്ഞിട്ടില്ല. ഈ അബ്ദുള്ള പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മുമ്പരെ പക്ഷി ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നന്നായി പറഞ്ഞിട്ടുണ്ട്. ഷംസുലമയുടെ റൂട്ട് ശരിയായിരുന്നില്ല. എൻ്റെ തന്ത
അതായത് ഈ അബ്ദുള്ളാൻ്റെ തന്ത എന്ന് വിളിച്ചൊരു തെറ്റൊന്നുമില്ല. എ.പി. സ്ഥാനം വിളിച്ചപ്പോൾ ഈ മാനിഷാദ പാടിയുന്നവരൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് സമസ്ത പിളർന്ന സമയത്ത് നേരെ ചെന്നത് ഇവൻ്റെ തന്തയടക്കം എങ്ങോട്ടാ? CM-ൻ്റെ അടുത്തേക്കാണ്. CM വലിയുള്ളാഹി പറഞ്ഞതാണ് അൻത അലൽ ഹഖ് എന്ന്. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെയാണ് AP ഭാഗത്തിൽ ഉറച്ചു നിന്നത് എന്ന് ഈ ഗ്ലോബൽ തണ്ടി ഒരിക്കൽ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ അബ്ദുള്ള വേദിയിലിരിക്കെ തന്നെ ഇവൻ്റെ വാൽത്തോക്കനായ നൗഷാദ് പ്രസംഗിക്കുന്നു എന്ന് കേട്ടു നോക്കി. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാര് വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരിലല്ലേ എത്തിയത്? അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദിൻ്റെ റൂട്ട് ശരിയായിരുന്നില്ല, ബഹുമാനപ്പെട്ടവരുടെ റൂട്ട് ശരിയായിരുന്നില്ല എന്ന് AP ഭാഗം സമസ്തയിൽ നിന്ന് ഇവനെ പിടിച്ച് പുറത്താക്കിയതിന് ശേഷം, ഇവൻ സൂഫി സരണിയിൽ ഉൾക്കൊണ്ടതിന് ശേഷം സോയിബുൽ വക്തായ കുരുവട്ടൂർ അബ്ദുള്ള ഇവനിങ്ങനെ ഇട്ടുകൊടുക്കുന്ന വിവരത്തിനനുസരിച്ച് ഇവൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പ്രസംഗം നടക്കുന്നത് കുരുവട്ടൂരുകളുടെ ആസ്ഥാനത്ത് വച്ചിട്ടാണ്, സാവിയത്തുൽ കൂഫിയെ എന്ന് പറയുന്ന ദാറുന്നദവയിൽ വെച്ചിട്ട്. അവിടെ നിന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉള്ളാഹു തങ്ങൾ പാപ്പാൻ്റെ ഉറൂസിൽ വെച്ചിട്ടും ഈ ഹംകിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ യൂട്യൂബിൽ നിന്ന് വായിച്ചു എന്നത് കൊണ്ട് പോകുമോ? നമ്മളെ കയ്യിലില്ലത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവർ പറഞ്ഞത് വെല്ലുവിളിക്കും മാനത്തര മാതിരി. കാരണം ഇവർ ഒട്ടകപക്ഷിക്കുണ്ടല്ലോ, കുറേ മരുഭൂമിയിൽ ഓടിയിട്ട് പിന്നെ മണലിൻ്റെ ഉള്ളിലേക്കൊന്ന് തല പൂക്കിയിട്ടെങ്കിൽ അതിൻ്റെ ധാരണയിലുള്ളത് അത് കണ്ണും മൂറാണ് പൂത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാരും കാണുന്നില്ല എന്നുള്ള സത്യത്തിൽ അതിന് മറ്റുള്ളവരെ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനാരും കാണാത്ത കുഴപ്പമില്ല. ഇതുപോലെ ഈ കുരുവട്ടൂരുകളുടെ യൂട്യൂബിൽ നിന്ന് ഇത് മായ്ക്കുമ്പോൾ ഇനി കാണൂല എന്നുള്ളതാണ് ഈ ഹംകിങ്ങളെ വിശ്വാസം. സത്യത്തിൽ ഇത് കാണേണ്ടവർ കണ്ടിട്ടുണ്ട്, എടുക്കേണ്ടവർ എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുണ്ടോ ശംസുൽ ഉലമക്കെതിരെ ശക്തമായി നീ സംസാരിച്ചത്? ഇപ്പം ചില ആൾക്കാരൊക്കെ കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ട് ശംസുൽ ഉലമാൻ്റെ മദ്ഹ് എന്ന് പറഞ്ഞ് നടത്തപ്പെട്ടൊരു പരിപാടി, അതിൽ പറഞ്ഞതെന്താ? ഫുള്ള് വിറ്റുകളാണ്. ബഹുമാനപ്പെട്ടവരുടെ നിലയും വിലയുമൊക്കെ അടിച്ച് പൊളിച്ച് ഇടിച്ച് തകർത്തിട്ട് ഈ പറഞ്ഞ അളിയൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് കേട്ടതാണ്. അന്ന് വെല്ലൂരി വാക്കയാത്തിൽ എല്ലാ വിദ്യാർത്ഥികളും നോക്കും. EK അബൂബക്കറും പള്ളിപ്പുറം അബ്ദുറഹ്മാൻ മുലിയരും രണ്ടും ഉഷാറ് പഠനമുള്ള ആളാണ്. വാക്കയാത്തിൽ ആർക്കാണ് ഉന്നത വിജയം? കുട്ടികളുടെ ഇടയിൽ അത് ചർച്ചയായിരിക്കും. EKക്കാണോ, EK അബൂബക്കറിനാണോ, മറ്റേ ആൾക്കാണോ? അത്രയും കെടയുറ്റ പഠനമാണ്. ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, പൊട്ടുമുറിയൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞത്. മഹാനായ CM വലിയുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ആരോപിച്ച് വെച്ച് കെട്ടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിൻ്റെ കുരുത്തക്കേടാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാന്മാരെ സംബന്ധിച്ച് എന്ത് തോന്നിയ ദിവസം പറയാൻ പറ്റൂലടോ. നസ്രാണിയായത് ഈസാ നബി അലൈഹി സ്വലാമിനെ വെറുത്തത് കൊണ്ടല്ല, ഇഷ്ടത്തിൻ്റെ പേരിൽ അള്ളാഹു വകവെച്ച് കൊടുത്തതിൻ്റെ അപ്പുറത്തേക്ക് വകവെച്ചത് കൊണ്ടാണ്. ക്രിസ്ത്യാനി ആരെങ്കിലും ഈസാ നബിനെ ദേഷ്യം വെച്ചിട്ടാണോ ക്രിസ്ത്യാനിയായി പോയത്, നസ്രാണിയായി പോയത്? അല്ല. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുജിദാത്തുകളും ഒരുപാട് അമാനുഷ്യതയും കണ്ടപ്പോൾ ഇത് അള്ളാഹിൻ്റെ പുത്രനാണെന്ന് തോന്നിപ്പോയതാണ് നസ്രാണി പേക്കാണ്ടായ കാരണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കൈവ് മുഖാന്തരമുള്ള പല കറാമത്തുകളും അത്ഭുതങ്ങളും കാണിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരം തൽക്കാലം ഈ പറഞ്ഞ മഹാന് കൈമാറിയിട്ടുണ്ട്. ഇനി അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ മഹാൻ തന്നെയാണ്. എത്രത്തോളം? വേറൊരു ഹംക്ക് പറയുന്നത്, മടവൂരാരാ ഞങ്ങളെ പടച്ചോനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഞങ്ങളെ പടച്ചോൻ മടവൂരാന്ന് പറഞ്ഞോളൂന്ന്. വേറൊരു ഹംക്ക് പറയുന്നത്, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് ഇപ്പോൾ മടവൂരിലെത്തിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ ജനങ്ങളെ കൊണ്ട് പേച്ച ധാരണയും പേച്ച വിശ്വാസവും സൃഷ്ടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് കുരുവട്ടൂരികളാകുന്നു. ആ കുരുവട്ടൂരികളാണ് ഇപ്പോൾ ഈ വലിയ നടുപ്പേജായി വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം.
അന്റെ മണ്ടക്ക് മുണ്ടവടി കൊണ്ട് പൊട്ടിട്ടും